Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഈസ്റ്റർ എല്ലാം കഴിഞ്ഞു, പക്ഷേ എന്നാലും ഓരോ പുതിയ റെസിപ്പി പഠിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. എന്നാന്നറിയോ, ഏറ്റവും എളുപ്പത്തിൽ, അത് ഇപ്പം നമ്മൾ ചെയ്യുന്നത് എല്ലാ റെസിപ്പീസും ഏറ്റവും എളുപ്പത്തിലാണ്. ഞാൻ പറയുന്ന എളുപ്പത്തിൽ ചെയ്യുന്ന എല്ലാ റെസിപ്പി ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഉച്ചയ്ക്കും രാത്രിത്തേക്ക് ഒരുമിച്ചെടുക്കാം. അപ്പോൾ ഏത് നേരവും അടുക്കളയിൽ കിടന്ന് പണിയെടുക്കുകയും വേണ്ട. പണിയെടുക്കാതിരുന്നാൽ പക്ഷേ ആഹാരം കഴിക്കാൻ പറ്റില്ല എന്നാണ് പറയുക. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, പണിയെടുത്ത് വായിക്ക് രുചിയായിട്ടുള്ള നല്ല ഭക്ഷണം ഉണ്ടാക്കണം, വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ രുചിയായിട്ടൊരു ഭക്ഷണം ഉണ്ടാക്കാമെന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമല്ലേ. അപ്പോൾ അധികം നേരം അടുക്കളയിൽ കിടന്ന് മെനക്കെടുകയും വേണ്ട. അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്ന് മട്ടൻ്റെ ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതിന് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഏറ്റവും എളുപ്പത്തിൽ, എന്നാൽ ഒരു ഇച്ചിരി സമയം എടുക്കുമെന്ന് ചോദിച്ചാൽ ഇച്ചിരി സമയം എടുക്കും, അത്രേ ഉള്ളൂ. മട്ടൻ വേവുന്ന ഒരു സമയം ഉണ്ടല്ലോ, അതെന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നാന്ന് വെച്ചാൽ, ഇത് ഫസ്റ്റ് ഞാൻ എടുത്തേക്കുന്നത് ഇവിടെ കുറച്ച് സവാള, അതായത് ഒരു 2 സവാള, മീഡിയം സവാള നീളത്തിലരിഞ്ഞതാ. 1 കിലോ മട്ടന് സാധാരണ പറയുന്നത് ഒരു മീഡിയം അല്ല, ഒരു ഇച്ചിരി കൂടെ ചെറുത് ഒരു 4 എണ്ണം, അല്ലെങ്കിൽ വലുത് 2 എണ്ണമാണ് കണക്ക് പറയുന്നത്. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ്. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഉപ്പ. ഇത് ഏകദേശം 1 കിലോ മട്ടനുണ്ട്. അതിനകത്ത് മേടിക്കുമ്പോൾ ഉണ്ടല്ലോ ഇച്ചിരി കൊഴുപ്പും എല്ലാം കൂടെ ചേർത്ത് മേടിക്കണേ. എന്നാൽ എന്തറിയോ, നമ്മൾ ഏത് മീറ്റ് ചെയ്യുമ്പോഴും കുറച്ച് കൊഴുപ്പിട്ടാൽ അതിന് ആ ടേസ്റ്റ് വരും. പിന്നെ മട്ടൻ കറി വെക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഈ മട്ടൻ്റെ കുറച്ച് ഫാറ്റും കൂടെ ഇട്ട് ഉരുക്കി വെച്ച് സവാള വഴറ്റുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ്. അതായത് നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഒരു മട്ടൻ കറിക്ക് ഒരു ടേസ്റ്റ് ഇല്ലേ, അത് നമ്മൾ വീട്ടിൽ ചെയ്താൽ പറ്റിയല്ലെന്ന് പറയുന്നതിൻ്റെ ഒരു ഹിഡൻ സീക്രട്ടാണ് ഇത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. Willy White toothpaste. മറക്കണ്ട, brush before bed with Willy White toothpaste. പിന്നെ വേണ്ടിയത് ഒരു വലിയ ടൊമാറ്റോ അരിഞ്ഞതാണ്. ടൊമാറ്റോ പഴുത്തതല്ല, ഒരു ഇച്ചിരി പച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് പുളിയില്ലാത്ത ഒരു 1/2 കപ്പ് തൈര്. പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് ചതച്ചതോ ഏതായാലും കുഴപ്പമില്ല, അത് കുറച്ച്. പിന്നെ ഉള്ളത് കുറച്ച് ഗരം മസാല. ഇത് കുറച്ച് നമുക്ക് അതിൻ്റെ ഒരു ഡെക്കറേഷനാണ്, അത്രയും മാത്രമേ ഉള്ളൂ. കുറച്ച് അരിഞ്ഞ പച്ചമുളകുമാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, അതായത് ഒന്നെങ്കിൽ ഇതേപോലെ കുഞ്ഞായിട്ട് അരിയാം, അതല്ലാന്നുണ്ടെങ്കിൽ ജൂലിയൻസ് ആയിട്ട് അരിഞ്ഞെടുത്തേച്ചാലും മതി. ഇനി ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണെന്നറിയാവോ, നമുക്ക് ഈ മട്ടനെ ഒന്ന് വേവിക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിനകത്തോട്ട് തീ ഒരിച്ചിരി കുറയ്ക്കുക. അരിഞ്ഞു വെച്ച സവാള, ഒരു കിലോ മട്ടൺ ആണെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചിയും 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയും അല്ല, കുറച്ചുകൂടെ കൂടുതലാക്കാം, മട്ടൺ അല്ലേ. ചിക്കനാണ് കുറച്ച് നമ്മൾ 1.5 വീതം ഇടുന്നത്. അതുകൊണ്ട് ഇതിപ്പോൾ മേടിച്ചതായതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണേ ഇടുന്നുള്ളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി ഉപ്പും. എപ്പോഴും ഇറച്ചി വേവിക്കുമ്പോൾ ഉണ്ടല്ലോ, മട്ടൺ ആ ഇറച്ചിയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം ഉണ്ടല്ലോ, അതിൽ വേവുന്നാണ് ഏറ്റവും രുചി, ആ ടേസ്റ്റ്. അഥവാ നമുക്ക് ഇച്ചിരി വെള്ളം ഊറാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി വെള്ളം എന്തായാലും ഒഴിച്ചു കൊടുക്കണം. ഇനി എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു അബദ്ധം എന്നാണെന്നറിയാമോ, നമ്മൾ വെള്ളം ഒഴിച്ച് അങ്ങ് പെട്ടെന്ന് തന്നെ അങ്ങ് അടച്ചിടും. അതിനേക്കാട്ടിലും നല്ലത് ഇത് ഒന്ന് വെള്ളം ഊറുകയല്ലേ നല്ലതായിട്ട് ഇറച്ചിന്ന്, ഊറിയതിന് ശേഷം മാത്രം, വെള്ളം ഉണ്ട് എന്ന് കണ്ടതിന് ശേഷം മാത്രം അടയ്ക്കുക. എന്നുവെച്ചാൽ മട്ടൺ വേവാൻ ഏറ്റവും എളുപ്പ വഴി എന്നാന്ന് വെച്ചാൽ, നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിലെടുക്കുക. അതല്ല, എന്നിട്ട് ഫുൾ ലോ ആക്കിയിട്ട് സെക്കൻഡ് വിസിലും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് മട്ടൺ വെന്തിരിക്കും. എല്ലാവരും പറയുന്നത് 7 വിസിൽ വരുമ്പോഴാണ് വേവുന്നതാണ്. ഇത് എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞു തന്നതാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പം കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഓക്കെ, ഇനി ഞാൻ ഈ മട്ടൺ അടച്ചിട്ടേച്ച്
നമുക്ക് ഇതൊന്ന് വെന്ത് കഴിയുമ്പോഴാണ് അടുത്തത് ചെയ്യാൻ പറ്റുന്നത്. അതും ഒരു കാര്യം, എപ്പോഴും ഉണ്ടല്ലോ ആവി വന്നതിന് ശേഷം വിസിലിട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ എന്താ പറയുക, എന്നതേലും ഒരു വിസിൽ വരാനോ എന്നതേലും ഇവിടെ എന്തെങ്കിലും സ്റ്റക്കായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ ഒന്നും നമ്മൾ അറിയത്തില്ല. അപ്പോൾ അപകടം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ആവി വന്നതിന് ശേഷം നമുക്ക് വിസിലിടാം. ഞാൻ അതിൻ്റെ ഒരു പരുവം ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കട്ടി ചീനച്ചട്ടി വെച്ചേ അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഇതിനകത്തോട്ട് റിഫൈൻഡ് ഓയിൽ ഒഴിക്കാം. നമ്മൾ ഏതാ വീട്ടിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതെ. അന്നേച്ച് ഫസ്റ്റ് ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് ആദ്യം മട്ടൺ ഇട്ടേച്ച് ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കാൻ മീൻസ് അങ്ങനെ ചിക്കൻ ഫ്രൈ പോലെ കോരിയെടുക്കുക അങ്ങനെയല്ല. ഇതിനെ ഒന്ന് എന്താ പറയുക, ഒരു ബ്രൗൺ ആക്കി എടുക്കുമല്ലേ ആ പരുവം. അതാക്കി എടുക്കുന്നത് കൊണ്ട് മട്ടൺ ഒരു 3/4 വേവിച്ചാൽ മതി. ബാക്കി ഇതിനകത്ത് കിടന്നൊരു വേവലും കൂടെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് മട്ടൺ പൊടിയാത്ത രീതിയിൽ, എന്നാൽ ഈ ബാക്കി കിടന്ന് ആവുന്ന സമയം വേവുന്ന രീതിയിലും കൂടെ ആക്കിയുള്ള പരുവത്തിനെ വേവിച്ചെടുക്കാവുള്ളൂ. ഇതിനകത്തോട്ട് ചൂടാവുന്നതിന് മുമ്പ് ഞാൻ ഈ മട്ടൺ ഒന്ന് ഇടുവാണേ. മട്ടൻ്റെ സ്റ്റോക്ക് കളയണ്ട, അത് വെച്ചോ. നമുക്ക് ഗ്രേവിക്ക് എടുക്കാം. നമ്മൾ ആ കോരി ഇട്ടാലും ഉണ്ടല്ലോ അതിനകത്തൊരു ഇച്ചിരി വെള്ളമില്ലേ, അതൊന്ന് പറ്റിയേച്ച് ആ മട്ടൺ ഒന്ന് ഫ്രൈ ആയി വരണം. ഇത് പെട്ടെന്നാവും. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ചീനച്ചട്ടി ഒന്ന് ചൂടാവേണ്ട താമസം അത്രേ ഉള്ളൂ. അതായത് നല്ലൊരു ചൂടില്ലേ, അതാവേണ്ട താമസമേ ഉള്ളൂ. ഇത് പെട്ടെന്നാവാനേ ഉള്ളൂ. അതായത് മട്ടൻ്റെ പീസിലൊക്കെ ഒരു ചെറിയ ബ്രൗൺ കളർ ആവണം, അത്രേ ഉള്ളൂ. ഇതിന് ആക്ച്വലി ഓയിൽ ഒരു ഇച്ചിരി കൂടുതലാണ് വേണ്ടേ. പക്ഷെ നമുക്ക് മട്ടൺ ആയതുകൊണ്ട് മട്ടൻ്റെ ഫാറ്റും കൂടെ ഇറങ്ങുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒത്തിരി അങ്ങ് എന്താ പറയുക, നമുക്ക് അയ്യോ ഭയങ്കര എണ്ണയും ഫാറ്റും എല്ലാം കൂടെ അല്ലേ എന്നുള്ളൊരു സൈക്കോ ഫീൽ ചെയ്യും. അപ്പോൾ അതിനേക്കാളും നല്ലതൊരു ഇച്ചിരി എണ്ണ വെച്ച് ബാക്കി ഫാറ്റിൽ കൂടെ കിടന്ന് അങ്ങ് മുരിയുന്ന ഏറ്റവും നല്ലത്. പക്ഷേ എണ്ണ ഒഴിക്കുന്നത് ടേസ്റ്റ് കൂടും, പക്ഷേ നമ്മുടെ ഹെൽത്തിന് കുഴപ്പമാവുമല്ലേ. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചേ ചോദിച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ള റിഫൈൻഡ് ഓയിൽ, പക്ഷെ ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കരുത്. അപ്പം നമ്മുടെ വെള്ളം എല്ലാം പറ്റി. ഇനി ആ ഇറച്ചിയുടെ കഷ്ണം അങ്ങോട്ട് മുരിയാൻ തുടങ്ങുക. ആ ഒരുപാട് മുരിഞ്ഞല്ല എടുക്കുന്നത്, കുറച്ച് മുരിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി ഇടാം. അതല്ല തക്കാളി വേവിച്ചേച്ച് ഇതിനകത്തിട്ട് ഉടച്ച് അതിനത് ഗ്രേവി ആക്കിയാലും മതി, ഒക്കെ നമ്മുടെ ഇഷ്ടം. ഓക്കെ, ഈ അടിഭാഗം കണ്ടോ നല്ല മുരിഞ്ഞു വരുന്നുണ്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണ്ട ഈ തക്കാളി ആ സൈഡിലോട്ട് ഇട്ട് കൊടുത്തേച്ച് അതിനെ ഒന്ന് നല്ലൊരു ഗ്രേവി പരുവാക്കുമല്ലേ എന്ന് പറഞ്ഞ പോലെ. ഈ തക്കാളി ഒന്ന് നല്ലതായിട്ട് ഉടഞ്ഞ് അതിനകത്തോട്ട് അങ്ങ് അലിഞ്ഞു ചേരണം. അതായത് തക്കാളി അറിയരുത് എത്രയുണ്ട് എന്നുള്ളത്. നമ്മൾ ചേർത്തത് കാണരുത്. പക്ഷെ അത് വലിയ സമയമൊന്നും എടുക്കുകയല്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നല്ല കട്ടി ചീനച്ചട്ടി വെക്കുവാന്നേൽ എത്ര നേരം വേണം. തക്കാളി എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഉടഞ്ഞ് ചേർന്നു. ഇനി ഈ ഉടഞ്ഞ് ചേർന്നു എന്ന് നമുക്ക് ഇതിനകത്ത് കണ്ടാൽ ഫീൽ ചെയ്യാതെ തന്നെയെന്ന് വെച്ചാൽ ഞാൻ പച്ച തക്കാളി ഇട്ടെ, മറ്റേ നമ്മൾ പുഴുങ്ങി അതിൻ്റെ തൊലി കളഞ്ഞിടുവാന്നേരം പെട്ടെന്നാവും. പക്ഷെ നമ്മളത് ഒത്തിരി നമ്മുടെ പാചകത്തിൽ നമ്മളത് അങ്ങനെ ശീലിക്കാത്തതുകൊണ്ട് നമുക്കത് അത് മെനക്കേടാന്ന് തോന്നും സത്യം. പക്ഷേ ഇതിനകത്ത് ഇപ്പം ആ തക്കാളിയുടെ ഫ്ലഷ് കംപ്ലീറ്റ് ഉടഞ്ഞ് ഈ മട്ടണിനകത്ത് ചേർന്നിട്ടുണ്ട്. അതിൻ്റെ തൊലിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് തൈര് ചേർക്കാം.
ഹാഫ് കപ്പ് തൈരാണേ. ആ തൈര് കംപ്ലീറ്റ് വെള്ളം പറ്റി ആ മസാല എല്ലാം ഒന്ന് ചേർന്ന് കഴിയുമ്പോൾ നെക്സ്റ്റ് നമുക്ക് പൊടികളിടാം. ഇതിനകത്തുണ്ടല്ലോ എനിക്ക് പറഞ്ഞു തന്ന പുള്ളിക്കാരത്തി പറഞ്ഞ മഞ്ഞപ്പൊടി ഒന്നും ഇടണ്ടാന്ന്. പക്ഷെ എനിക്കതൊരു മഞ്ഞ ഇട്ടില്ലേലൊരു പ്രയാസമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇടണ്ട. പക്ഷെ ഞാനിടുവേ. ഫസ്റ്റ് കുറച്ച് മല്ലിപ്പൊടി, അതായത് ഒരു 2 ടീസ്പൂണാണ്. 1 കിലോയ്ക്ക് സാധാരണ നമ്മൾ കറി വെക്കുവാണെങ്കിൽ ഒരു 4 ടീസ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂൺ ഇടണം. ഇപ്പം ഇതിനകത്ത് ഞാനൊരു 2 ടീസ്പൂണേ ഇടുന്നുള്ളൂ. പിന്നെ നോക്കിയേച്ച് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇതിനകത്ത് എരിവ് എന്ന് പറയുന്നത് ശരിക്കും കുരുമുളക് പൊടിയുടെ എരിവാണ് വരുന്നത്. അപ്പോൾ അതൊന്നെങ്കിൽ ചതച്ചിടാം, അല്ലെങ്കിൽ പൊടി നമ്മൾ മേടിച്ചത് ഇടുവാണെങ്കിൽ ആക്ച്വലി അതിന് അത്രയും എരിവ് കാണുകയല്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ പൊടിച്ചിടുവാണെങ്കിൽ ഒരു ഇച്ചിരി കൂടെ എരിവ് വരും. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുവാണേ. മസാല എല്ലാം ചേർന്നു. ഇനി ചേർക്കാൻ പോകുന്നത് ഗരം മസാലയാണ്. അതും ഒരു 1/2 ടീസ്പൂൺ. ഓക്കെ, ഇനി നമ്മുടെ മസാല എല്ലാം വെന്തു. ഇതേണ്ട ഞാൻ എപ്പോഴും പറയുന്ന പോലെ എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് മൂത്ത് ആ ഇറച്ചിയായിട്ട് ചേർന്നു എന്നാണ് അർത്ഥം. പക്ഷേ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇരിപ്പുണ്ട് അല്ലേ, ആ സ്റ്റോക്കും കൂടെ ഇതിനകത്ത് ഒഴിച്ച് വെച്ച് ആ ഒരു മസാല കംപ്ലീറ്റ് ഇതിനകത്തോട്ട് പിടിക്കണം. ആ എടുത്ത സ്റ്റോക്ക് കളയരുത്. കാര്യം ഇറച്ചിയുടെ രുചി മുഴുവൻ ആ സ്റ്റോക്കിനകത്താവുള്ളേ. ഇനി ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ എരിവ് ഒന്നും പോരാന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇടുകയോ ചതച്ചിടുകയോ എന്നാ വെച്ചാൽ ചെയ്യാം. ഇതൊന്നും പോരാന്നുണ്ടെങ്കിൽ ആ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടാം. എനിക്ക് ഇഷ്ടം ശരിക്കും കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നതാണ് ഇതിന് ഏറ്റവും നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. എൻ്റെ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ എല്ലാവർക്കും ഓരോ ടേസ്റ്റ് അല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് കുരുമുളകാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല പച്ചമുളകാണെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ മട്ടൻ കറി എന്ന് പറയുന്നത്. ഇത് എന്താ പറയുക, ഒത്തിരി സ്പൈസസ് അല്ല. മുളക് പൊടി എന്ന് പറയുന്നത് ഒരുപാടില്ല. കറിക്ക് തന്നെ ആ കളറിന് തന്നെ ഒരു വ്യത്യാസമുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെ ബെസ്റ്റാണ്. നല്ല എന്താ പറയുക, മുരിഞ്ഞ ബറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഉള്ള കാര്യം പറയാലോ, ഒന്നും വേണ്ട, നമ്മുടെ ചൂട് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഇത് സ്റ്റൂവിൻ്റെ ഒരു ഫാമിലി ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ആക്കാം. എന്നാന്ന് വെച്ചാൽ നമ്മുടെ ടേസ്റ്റിന് കുറച്ചുകൂടെ ആക്കണമെന്നുണ്ട്. നമ്മൾ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയല്ല ചെയ്യുന്നത്. പക്ഷെ എന്നാലും കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുവാണെങ്കിൽ ഇതിന് കുറച്ചുകൂടെ ടേസ്റ്റാണ് വരിക. പക്ഷേ അവർ പറഞ്ഞു തന്ന പോലത്തെ, എനിക്ക് പുള്ളിക്കാരത്തി പറഞ്ഞു തന്ന പോലത്തെ സെയിം ടേസ്റ്റ് ആവുകയല്ല. ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഈ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ മുമ്പോട്ട് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ മട്ടൻ കറി എന്ന് പറയുന്നത്. ബെസ്റ്റ് കോമ്പിനേഷൻ നല്ല സോഫ്റ്റ് ബേക്കറി ബ്രെഡാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. ട്രൈ ചെയ്യുക.